ഇറ്റ്സ് മീ. എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുക ഒരു പെട്ടിക്കകത്ത്. എവിടെയാ വെച്ചിരിക്കുന്നെന്ന് എനിക്കറിയില്ല. കുടുംബക്കാർക്ക് മുഴുവൻ അവകാശപ്പെട്ടതാ. ഒരാൾ മാത്രമായി കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. അവിടെ അമ്മയുടെ നായരെ. നിനക്കെങ്ങനെ അറിയാം? എന്റെ ബന്ധുവല്ലേ അവളുടെ അമ്മയുടെ നായരോ? പിന്നെ ഇതുവരെ നീ പറയായിരുന്നത്. ഒരു കാര്യം മണ്ട ചോദ്യങ്ങൾ ചോദിക്കാതെ. അവൾ ആരെ വിളിക്കുന്നത് എനിക്കെങ്ങനെ അറിയാം? ഒരു കാര്യം ഷുവറാണ്, അവൾ നമ്മളെക്കാട്ടിലും ഫ്രോഡാണ്. പരമാസത്താ അവളെ അവളുടെ വഴിക്ക് വിടുന്നതാ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ആ മാല തന്നെ വേണമെന്ന് എന്താ എത്ര നിർബന്ധം? അതിലും മനോഹരമായ ഒരെണ്ണം ഞാൻ വേണ്ട. അതെന്റെ അമ്മ മരിക്കും മുൻപ് എനിക്ക് തന്നതാ. എന്റെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മ. എലീന കരയണ്ട, ഞാൻ ആ മാല എങ്ങനെയെങ്കിലും തിരിച്ചു മേടിച്ചു തരാം. എനിക്കറിയാം ഞാൻ എന്ത് ചോദിച്ചാലും തരൂന്ന്. ചേട്ടന്റെ ആ ബാങ്ക് മോഷണ കേസില്ലേ, അതിലെ ആ പ്രതി ശരിക്കും മോഷ്ടിച്ചതാ? അവൻ കള്ളന് കഞ്ഞി വെച്ചവനല്ലേ, അവൻ തന്നെ മോഷ്ടിച്ചത്. എന്നാ പിന്നെ ആ പണം എവിടെ ഉണ്ടാവുക? അതൊരു രഹസ്യമാണ്. ആരാ? 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 ആരുമില്ല. കഴിഞ്ഞ തവണ എലീന എന്നെ കാണാന്നപ്പോ വീട്ടിൽ രേഭ്യം കയറി വന്നല്ലോ. അവന്റെ പേരെന്താ പറഞ്ഞേ? മാപ്പോ? മാളിയേക്കൽ അവറ പത്രോസ് ചെറിയൻ. മാപ്പ് ചെറിയൻ എന്ന് വിളിക്കും. എന്റെ പേര് എലീന ചെറിയൻ എന്നല്ലേ. ചേട്ടൻ അറിയാതെ ഒറ്റയ്ക്കാ ഞാൻ വന്നത്. അവനെ കണ്ട എലീനയുടെ സഹോദരനാണെന്ന് പറയില്ല. തന്ത വേറെയാണല്ലേ? എങ്ങനെ മനസ്സിലായി? ആ തെണ്ടിയുടെ സ്വഭാവം കണ്ടല്ലോ അറിഞ്ഞൂടെ അവൻ നല്ല തന്തയ്ക്ക് പറഞ്ഞവനല്ലെന്ന്. അവന്റെ തന്ത ഏതേലും തോട്ടിയായിരിക്കും. അതും വല്ല തെണ്ടിത്തോട്ടി. തെണ്ടിത്തോട്ടി തന്ത. തെണ്ടിത്തോട്ടി തന്തയ്ക്ക് പറഞ്ഞവൻ. പക്ഷെ അവന്റെ സ്വഭാവം പല തന്തയ്ക്ക് പറഞ്ഞവന്റെ. തെണ്ടിത്തോട്ടി പല തന്തയ്ക്ക് പറഞ്ഞ തന്തയില്ല, പന്നി. ആ പന്നിയുടെ പേര് മാപ്പ്. അവന്റെ അപ്പന്റെ പേര് ചെറിയാൻ. അപ്പൂപ്പന്റെ പേര് ചെറിയാൻ. അതെ, പറഞ്ഞതെല്ലാം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ആരുടെ തന്തയാ തെണ്ടി? എന്റെ തന്തയാ തെണ്ടി. പോരെ? പോരാ. എന്റെ തന്ത തെണ്ടി, തോട്ടി, പട്ടി, പന്നി. അപ്പൊ താൻ? ഞാൻ തെണ്ടിയുടെ മോൻ, തോട്ടിയുടെ മോൻ, പട്ടിയുടെ മോൻ, പന്നിയുടെ മോൻ. ഞാൻ അങ്ങ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാൻ. എന്റെ അച്ഛൻ മഹാത്മാവ്. ഇനി താരുടെ തന്തയ്ക്ക് പറയോ? ഇല്ല, ഞാൻ ആരുടെയും തന്തയ്ക്ക് പറയില്ല. ഇനി താൻ എന്റെ പെങ്ങളെ കയറി പിടിക്കോ? ഇല്ല, ഞാൻ ഇനി അവളെ കാണുക പോലും ഇല്ല. കണ്ടോന്ന് ഞാൻ അറിഞ്ഞ എന്നെ കൊന്നോ? ഇപ്പൊ എന്നെ വിട്ടേരെ. താങ്ക്സ്. ആരൊക്കെ വന്നിരിക്കുന്നു അച്ഛാ? ആര് വരാനാ ഇപ്പൊ ഇവിടെ? ആരാ? ആരാ? ഞാനമ്മേ. ദേവൂട്ടിയോ? മറന്നിട്ടില്ല, അമ്മേനെ മറന്നിട്ടില്ല. വർഷങ്ങൾ കുറെ ആയില്ലേ, എന്തേ പെട്ടെന്ന് അമ്മയെ ഓർക്കാൻ? അച്ഛാ, അച്ഛൻ അറിയാലോ ഡൽഹിയിലെ കാര്യങ്ങള്. IFS ആണ്, സെക്രട്ടറി ആണെന്നൊക്കെ പറയാന്നേ ഉള്ളൂ. എന്നെയും കുട്ടികളെ ഒന്നും കാണാൻ പോലും നേരമില്ല രാമേട്ടന്. രാമേട്ടൻ ഇങ്ങി വന്നേ. കാലയിലൊന്നും പിടിച്ച് വലിക്കണ്ട. അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാൻ അതൊക്കെ ഇക്കാലത്ത് ദൈവത്തിന് മാത്രം പറ്റുന്ന കാര്യങ്ങളാ. വല്യമ്മേ, ഇതാരാ? ഏട്ടത്തി മറന്നു എന്റെ മോളെ. മാധവനും വന്നോ? എന്താ എല്ലാരും ഒരുമിച്ച്? അമ്മേ, ഇതാരാണെന്ന് അറിയോ അമ്മയ്ക്ക്? എന്റെ മോളാ ശാലിനി. ചേച്ചി, ഇനി ഒരാളും കൂടി ഉണ്ട് ഇവിടെ. ഭവാനിയാ? ആ, നിക്ക്. ആദ്യം ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും. ഈ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് വർഷങ്ങൾ കുറെ ആയില്ലേ. പാണ്ഡവരാണോ അതോ കൗരവരാണോ വന്നിരിക്കുന്നതെന്ന് ഈ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും മനസ്സിലാകുന്നില്ല. ഏട്ടന് മനസ്സിലാവുന്ന വിധം ഞാൻ പറയാം.
ഇവിടെ ഞാനുണ്ട്, എന്റെ ഭാര്യയുണ്ട്, മകളുണ്ട്, പേരക്കുട്ടികളുണ്ട്. ആദ്യം കുഞ്ഞുണ്ണേട്ടിനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് പറയാം ആരൊക്കെ ഉണ്ടെന്ന്. എനിക്ക് കുഞ്ഞിലേ കണ്ട ഓർമ്മയുള്ളൂ. കുഞ്ഞുണ്ണി വന്നല്ലോ. ആ കുഞ്ഞുണ്ണി വന്നോ? നീങ്ങി വന്നേ, എന്നിട്ട് പറ ഇത് ആരൊക്കെയാണെന്ന്. ഓർമ്മയുണ്ടോ നോക്കട്ടെ. അവൻ എവിടെ? ആ എനിക്കറിയില്ല. കുഞ്ഞുണ്ണി, നിനക്ക് എന്നെ മനസ്സിലായോ? നീ ഇങ്ങ് അടുത്ത് വാ. ഏതായി പട? റിലേറ്റീവ്സ് ഇവർക്കൊക്കെ കണ്ണ് കാണാവോ? കാണാം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? കുഞ്ഞുണ്ണി ഇനി വന്നേ. കുഞ്ഞുണ്ണി, എന്താ നിനക്കാരെയും മനസ്സിലാവണില്ലേ? നീ കുഞ്ഞായിരുന്നപ്പോ കണ്ടതല്ലേ? ഇത് മാധവൻ, അച്ഛന്റെ അനുജൻ. ഓരോരുത്തരും ആരൊക്കെയാണെന്ന് അവരവർ തന്നെ പരിചയപ്പെടുത്തിക്കോളൂ. ഞങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ. ഞാൻ പറയാം. ഞാൻ നിന്റെ അപ്പച്ചി, അച്ഛന്റെ രണ്ടാമത്തെ പെങ്ങള്, അത് നിന്റെ വല്യപ്പച്ചി. ആരുക്കൊരുക്കൊരുക്കോ, ഞാൻ ഇറങ്ങിയിട്ട് ഇറങ്ങ്, അല്ലെങ്കിൽ കുതിര മുകളിലേക്ക് പൊന്തൂട്ടാ. ഇതാണ് വീട്. ചെന്ന് കയറിയ ഉടൻ ഗോവിന്ദൻകുട്ടി എവിടെയെന്ന് ചോദിക്കുക. കണ്ടു കിട്ടിയ അവനെ ദിങ്ങനെ പിടിച്ച് ചുമരിനോട് ചേർത്ത് പിടിച്ച് ഈ വിരല് ദിങ്ങനെ പിടിച്ച് അവന്റെ പള്ളക്ക് 2 പട്ടാണി കുത്താണ് കുത്ത. അപ്പൊ അവൻ ഞാൻ കുഞ്ഞുണ്ണിയല്ല ഉറക്കം നിലവിളിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് കേൾക്കണം. അത് ഞാൻ ഏറ്റു. അവസാനം ഒരു ചെറിയ പോലീസുകാരുടെ പോലെ വളവളാണ്. നല്ല പൊതുവാണ് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഇതേതാ ഈ പെൺകുട്ടി? അവൻ തന്നെ പറയട്ടെ. കുഞ്ഞുണ്ണി പറഞ്ഞു കൊടുക്ക് ആരാന്ന്. നാണിക്കണ്ട മോനെ, പറഞ്ഞോ. ഇയാളെന്താ ഇന്ന് വേർക്കുന്നേ? നീ എന്തെങ്കിലും ഒന്ന് പറയേ. എന്തെങ്കിലും ഒന്ന് പറയടോ. കുഞ്ഞുണ്ണി, നിന്റെ ശബ്ദം ഒന്ന് കേക്കട്ടെ. കുഞ്ഞുണ്ണി, എന്താ നിനക്ക്? കുഞ്ഞുണ്ണി, കാക്കക്കുയിലേ കറുകെ